ഒന്നാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. രണ്ടാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. പാട്ടിന്റെ വെൺപട്ട് നെയ്യാൻ പ്രേക്ഷകരുടെ പ്രിയ ഗായകൻ ടോപ്പ് സിംഗറിലെ കുട്ടിക്കുറുമ്പൻ റിച്ചുകുട്ടൻ എത്തുന്നു. വെൽക്കം ഋതുരാജ് ഓൺ സ്റ്റേജ്. ഇതെങ്ങനെ നീ പഠിച്ചു? എനിക്കൊരു അതിശയമായിട്ട് തോന്നുന്നു. എങ്ങനെ പഠിച്ചു? നീ ഒരു സംഭവമാണ് ഇവിടെ ഋതുക്കുട്ട. എൻ്റെ പെർഫോമൻസ് റൗണ്ടിന് വേണ്ടിയിട്ടാണ് പോലത്തെ കാലത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും അപ്പോൾ ഇങ്ങനെ 1 2 3 ഇങ്ങനെ പഠിച്ചിട്ടിട്ട് എൻ്റെ പെർഫോമൻസ് റൗണ്ടിലെ പാട്ട് പൂപ്പറിക്കാൻ പോരുമോ എന്ന പാട്ടാണ്. അപ്പോൾ ഈ ചോദ്യം വെള്ള ആൾക്കാരൊക്കെ എൻ്റെ കൂടെ പൂപ്പറിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ പൂപ്പറിച്ചിട്ട് തകർത്തിട്ട് വരാം. ചിരിക്കല്ലേ എന്റെ പൊന്നുമോനെ, നീ ചിരിക്കല്ലേ. ഉച്ചക്ക് നിർത്തി ഇത് കണ്ടാ. പിന്നെ ഇത് ബ്രൂസ്ലിയുടെ കൊച്ചുമോനല്ലേ? അതാ ഞാൻ ചോദിച്ചത്, ബ്രൂസ്ലിയുടെ കൊച്ചുമോനാണോ? എടാ ബ്രൂസ്ലി മുണ്ടല്ലേ കൊടുക്കുന്നത്, നിക്കറ ഇടുന്നത്. അതിന്റെ പകരം മുണ്ടാക്കിയതാ. ആണോ? നിക്കറിന്റെ പകരം കെട്ടി വെച്ചിട്ടുണ്ടോ അവിടെ? കെട്ടിയിട്ടുണ്ടോ മുണ്ട്? കെട്ടിയതല്ല, ഒട്ടിക്കുന്നതാ. ഒട്ടിക്കുന്ന മുണ്ടാണ്. കിളിയൻ മെലഡി രാജ. കൊച്ചു മെലഡി രാജാവല്ലേ? പണ്ട് പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. കിളിയ കിളി കിളിയ കിളി കിളിയ കിളി കിളിയ, അങ്ങനെ ഒരു പാട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തോ. 6 വയസ്സിൽ സെർച്ച് ചെയ്യാൻ നിൽക്കുന്ന. എഴുതാനൊക്കെ അറിയാം, പക്ഷേ പോരാ. ഏതാ പാട്ട്? പൂപ്പറിക്കാൻ പോരുമോ കമലസെന്റ്. ഫസ്റ്റ് ഒരു തെലുങ്കാണോ അറിയില്ല. അക്ഷരങ്ങളൊക്കെ തെളിയോ? ഓക്കെ, ഞാൻ ചോദിച്ചാ പറഞ്ഞ ഫാൻ എന്ന് പറഞ്ഞു കേൾപ്പിച്ചേ. ഫാൻ ഭംഗി എന്ന് പറഞ്ഞേ. ഭംഗിയല്ല, ഭംഗി. ഫാഷൻ. സുഹൃതക്ഷയം. അങ്ങനല്ല, സുഹൃതക്ഷയം എന്ന് പറയുന്നത്. സുഗതക്ഷരം ഇല്ല. ഘനഗാംഭീര്യം. ചെറിയ വെടിക്കെട്ടാണെങ്കിൽ അവന് പല്ലൊന്നും ഒരു പ്രശ്നമല്ല. പല്ലവന് പല്ലു ആയതെന്ന് പറഞ്ഞത്. അല്ല, ചേട്ടാ റീഫറൻസ് ചെയ്യണം. നന്നായിട്ട് പാടുവേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെൽക്കം. ആണോ? ഞാൻ വെറുതെ ആക്കിയതാ. ഇത് വിധുമാമ പറഞ്ഞില്ലേ? കേക്കണ്ട, വിധു അങ്കിള് അല്ല, വിധു ചേട്ടൻ, സോറി. അന്ന് പറഞ്ഞു, അറിയില്ല, ഞാൻ വെറുതെ ഒന്ന് കിട്ടിയതാ. വിധു ചേട്ടല്ലേ? ഞാൻ കിട്ടിയതല്ല, അച്ഛൻ പറഞ്ഞതാ. കെട്ടിയേക്കാ. പൂപ്പറിക്കാൻ പോരുമോ തുള്ളി മഞ്ഞു നുള്ളുവാൻ പോരുമോ? പൂപ്പറിക്കാൻ പോരുമോ തുള്ളി മഞ്ഞു നുള്ളുവാൻ.
कमल संड नासी में विमल संड बदरी में निमग यार बेकम्मा कमल संड नासी में ചോയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ചോയ്ക്ക് എങ്ങനെയുണ്ട്? ചോയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ചോയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നുകൂടെ ചോദിക്ക്. തന്നെ എന്നോട് ചോദിച്ചല്ലോ. ചോദിക്കാം. എം ജെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാം. ചിലപ്പം പറഞ്ഞു എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ മാത്രമേ ഉള്ളൂ സൂപ്പർ. എനിക്ക് ഭൂരിപക്ഷം കുറവാ. അതെ, കാരണം 3 പേരിൽ ഒരാൾ മാത്രമേ സൂപ്പർ എന്ന് പറയുന്നുള്ളൂ. നമ്മള്
അവസാനത്തെ അതുണ്ടല്ലോ നാസിമേ അത് കൊള്ളാം. അതിന് മുമ്പ് പാടി വരണുണ്ടല്ലോ അത് കുഴപ്പമില്ല. പിന്നെ രണ്ടാമത് പാടിയല്ല അത് തന്നെ, അത് നന്നായിരുന്നു. പിന്നെ ചെങ്കദളി പൊന്നും മുത്തും കനവിൽ തൂവാം അലരിക്കയിൽ പുളകം നൽകാം ഉദയപ്പൻ കുലിതാത്തി കരുകപ്പോൾ കുടിചൂടെ മലമുടിയെ നമുക്ക് പോകാം. അത് നന്നായിരുന്നു, അത് നന്നായിരുന്നു. അത് നന്നായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞേ പിന്നെ ചരണം ആ നന്നായിരുന്നു. ഞങ്ങള് പറഞ്ഞ എന്താന്നറിയോ, നീ ഒന്നുകൂടെ ചോദിക്കേ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു? പറിക്കാൻ പോരുമോ പോരുമോ തുള്ളി മഞ്ഞു നുള്ളുവാൻ പോരുമോ പറിക്കാൻ പോരുമോ പോരുമോ തുള്ളി മഞ്ഞു നുള്ളുവാൻ പോരുമോ ചാന്ത് പൊട്ടുമായി കളിച്ചിന്തു പാട്ടുമായി ചാന്ത് പൊട്ടുമായി കളിച്ചിന്തു പാട്ടുമായി തളക്കില്ലുക്കാൻ പോരുമോ പോരുമോ. പല്ല് പോയിട്ട് ഇത്രയും പാടി വെച്ചില്ലേ? ആ അങ്ങനെ സമ്മതിക്കണ്ടേ? നമുക്ക് മീനക്കുട്ടിക്ക് ഒരു 3 പല്ല് പോയി കഴിഞ്ഞാൽ അറിയാം എന്റെ വിഷമം. അവൻ 5 പല്ലാ പോയിരിക്കുന്നത്. കാറ്റ് ഇതുവഴിയൊക്കെയാ പോകുന്നത്. ആ എന്നിട്ട് അവൻ പാടി. പക്ഷെ ഒരു ചെറിയ പ്രശ്നം, ഇത്തിരി ശ്രുതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ പല്ല് പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. ശ്രുതി കറക്റ്റായിട്ട് പിടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ശകലം ഈ ടയറിലൊക്കെ പഞ്ചറാവുന്ന പോലെ അതൊന്നും കുഴപ്പമില്ല മോനെ. മോൻ പാട്ടിന്റെ ഒരു പവർ ഉണ്ടായിരുന്നു. നീ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു കമല സിന്ധ് നാശി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഒരു വിഗറുണ്ടായിരുന്നു, ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, പവർ ഉണ്ടായിരുന്നു, ഒരു എനർജി ഉണ്ടായിരുന്നു. അത് മതി. മോൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ അല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം പിന്നെ നന്നായിട്ട് ഡാൻസ് ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു ഒന്നും വേണ്ട, എനിക്ക് ഉള്ള കാര്യം പറഞ്ഞ നന്നായിട്ട് ഡാൻസ് ചെയ്തു. പിന്നെ ഈ കോസ്റ്റ്യൂം നന്നായിരിക്കുന്നു, നന്നായിട്ട് ചേരുന്നു. അച്ഛന്റെ സെലക്ഷനാ. അതല്ലല്ലോ. അല്ല ആണോ? അല്ല എന്റെ മുണ്ടന് വാങ്ങിച്ചതന്നെയാ. വാങ്ങിച്ചതാ? വാങ്ങിച്ചതാ. പൊട്ടൊക്കെ ഇട്ട് ആ മുടിയൊക്കെ കിട്ടി. ഇന്ന് സംഭവം കിടുക്കി. ഇത് കൈതപ്പുറം വിശ്വനാഥനാണ് ഇതിന്റെ മ്യൂസിക്. കൈതപ്പുറം ചേട്ടനാണ് എഴുതിയിരിക്കുന്നത്. ദാസേട്ടനാണ് പാടിക്കുന്നത്. പിന്നെ നീ എന്തിനാ ഈ ചില സ്ഥലത്ത് ഇങ്ങനെ ആക്കുന്നേ? പാടിക്കത്. പൂപ്പറിക്കാൻ പോരുമോ പോരുമോ തുള്ളി മഞ്ഞു നുള്ളുവാൻ പോരുമോ ചാന്ത് പൊട്ടുമായി കളിച്ചിന്തു പാട്ടുമായി ചാന്ത് പൊട്ടുമായി കളിച്ചിന്തു പാട്ടുമായി തളക്കില്ലുക്കാൻ പോരുമോ പോരുമോ വളക്കില്ലുക്കാൻ പോരുമോ പോരുമോ. നേരത്തെ പാടി പോരുമോ ഇങ്ങനെ പാടി. പിന്നെ ഇവിടെ എന്തിനാ ചൊറിഞ്ഞത്? ചൊറിഞ്ഞതല്ല. പിന്നെ എന്താ കാണിച്ചതാ നീ? നീ 2 പാട്ട് തുടങ്ങിയ കമല സിന്ധിനാച്ചിനെ. ഇല്ല അത് കഴിഞ്ഞ ഞാൻ മുടി ഇങ്ങനെ പുറകോട്ട് ഇട്ടതാണ്. പാട്ടങ്ങോട്ട് തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇവന് പാടാൻ ഇഷ്ടമില്ലാത്ത പോലെ. കമല സിന്ധിനാച്ചിനെ പിന്നെയും കുറച്ച് ഇപ്പുറത്ത്. അല്ല അത് മുടി വന്നപ്പോ എനിക്ക് ചൊറിയായിരുന്നു. അതന്നെ ചോദിച്ചേ, എന്തിനാ നീ ചൊറിഞ്ഞേന്ന്? ചൊറിഞ്ഞതല്ല, പിന്നെ മുടി വന്നപ്പോ ചൊറിഞ്ഞു. അല്ല മുടി ഇങ്ങനെ വന്നപ്പോ ചൊറിച്ചില് വന്നു ചെറുതായിട്ട്. ഇതെന്ത് കഷ്ടപ്പാ. നിന്റെ ഭാഷയിൽ ചൊറിക്ക് എന്തോ വേറെ എന്തെങ്കിലും പറയൂ? ചൊറി. ആ അപ്പൊ പിന്നെ അതാ പറഞ്ഞ ചെറിയ കൊച്ചു മെലഡി രാജാവായതുകൊണ്ട് ഏത് അടിപൊളി പാട്ടാണെങ്കിലും എന്താണെങ്കിലും അവിടെ മെലഡി കൊണ്ടുവരും. അതാണ് പോരുമോ. അവിടെ ഭയങ്കര മെലഡി കൊടുത്തല്ലേടാ. പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്ന പാട്ട് ഏതെന്നറിയാം? ഈ പാട്ടാണ്. തെക്ക് തെക്ക് തെക്കേ പാടം ഒന്നുകൂടെ പാടാം. കണ്ണ ഒന്നുകൂടെ പാടാം. തെക്ക് തെക്ക് തെക്കേ പാടം മുത്ത് മുത്ത് മുണ്ടോൻ പാടം തൊട്ട് 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 വായോ ഇളം തെന്ന്. അതിലൊരു നാണം ഉണ്ടായിരുന്നില്ലടാ. ഒരു നാണം എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നല്ലോ അതിനകത്ത്. തങ്കത്തള താളം
തെന്നി കാർക്കൂന്തൽ കോളിരു ചിന്നി നീരണിയും സവാഷ് 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 സവാഷ്. അതുപോലെയാണ് അതിൽ വന്ന പാട്ട്, ഇവിടെ ഇതിൽ വന്ന നാണം, ഇപ്പൊ വന്ന പോരുമോ. മെടുക്കൻ കിളിയൻ ആണ്. കിളിയൻ അതുകൊണ്ടാണ് വെറുതെ അല്ല എല്ലാരും കൊച്ചു മെലഡി രാജ, കൊച്ചു മെലഡി രാജ, കിളിയൻ മെലഡി രാജ എന്നൊക്കെ പറയണം. ഭയങ്കര മെടുക്കനാണ്. ഇടേ ഇത് മുണ്ട് മടുത്ത് കേട്ടാറിയാം. നോക്കട്ടെ, ഞാൻ പഠിക്കാം. മേലോട്ട് കയറ്റിക്കെട്ട്, റൗഡിയാവണ്ടേ. ഒന്ന് വേണ്ട. എന്നിട്ടാ ഡാൻസ് ഒന്ന് ചെയ്തേ. കമല സിന്ധു നാച്ചിനെ 1 2 3 4. കമല സിന്ധു നാച്ചിമേ നാച്ചിമേ കമല സിന്ധു താറ്റേ 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 കമല സിന്ധു നാച്ചിമേ നാച്ചിമേ കമല സിന്ധു നാച്ചിമേ നാച്ചിമേ. അയ്യോ അഴിഞ്ഞു പോയി. പക്ഷെ അടിപൊളിയായിരുന്നു. ഇളകി കഴിഞ്ഞു പോയതാ. ചേട്ടാ ഇവന്റെ ഡാൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്റെ ഡാൻസ് പോലെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെന്ന് പറഞ്ഞാൽ അത് ഒരു ചാട്ടം. ഞാൻ അതിനിടെ കണ്ടു കേട്ടോ. എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അവരെങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് ഇടയ്ക്ക് വെച്ച് ഒരു താളത്തിലല്ലാത്ത ഒരു ചാട്ടം. അത് അപ്പൊ കിളിയൻ ഇനി ഡാൻസ് ചെയ്യാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്കിള് പഠിപ്പിച്ചേരും, എം ജെ അങ്കിള്. ഞാൻ പഠിപ്പിച്ചു. അല്ലെങ്കിൽ മീനൂട്ടി പഠിപ്പിച്ചു കേട്ടാ. ഞാൻ പഠിപ്പിച്ചാണ് ഇതൊക്കെ. അനു, ഇന്നത്തെ കിളിയന്റെ പെർഫോമൻസിന്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മുടെ കൊച്ചു മെലഡി രാജാവ് ഇന്ന് ഈ ഒരു അടിപൊളി പാട്ടിൽ കുറച്ച് ഡാൻസ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാലും ഈ പാട്ടിൽ ഡാൻസ് ചെയ്തു, അങ്ങനെ എനിക്ക് തോന്നി. ഒരു മെലഡി പാട്ടിൽ ആ പെപ്പിനെസ് ഒക്കെ കൊണ്ടുവന്നിട്ട് എന്തോ ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആയിരുന്നു എന്ന് തോന്നി എനിക്ക്. മെലഡി ആൻഡ് പെപ്പി അങ്ങനെ ഇരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ആ തുടക്കത്തിലുള്ള ആ സംഗതികളൊക്കെ എപ്പോഴും പോലെ തെളിയിച്ച് കൃത്യമായിട്ട് എല്ലാം പാടി കേൾപ്പിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി ഡാൻസ് ചെയ്യാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. പഠിച്ചു അപ്പൊ അത് കണ്ടു. പക്ഷെ എന്താ അത് മൈക്കിരിക്കുന്ന ചെയ്യാൻ പറ്റിയില്ലേ? ചരണത്തിൽ എന്തോ ഇങ്ങനെ അപ്പൊ അത് പോരാ. നെക്സ്റ്റ് ടൈം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. വേറൊന്നും പറയാനില്ല എനിക്ക്. ഋതുവിന്റെ ഫേവറേറ്റ് അല്ലേ? അല്ല, പെർഫോമൻസ്. അടാ, ഋതു എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അല്ലേ? വൺ ഓഫ് മൈ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് അല്ലേ? എന്റെ ഫേവറേറ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. എല്ലാവരും ഫേവറേറ്റാ, എന്റെയും ഫേവറേറ്റാ. സൂപ്പർ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനാണ് ഫസ്റ്റ് പറഞ്ഞതല്ലേ സൂപ്പർ പെർഫോമൻസിന്. ഇവരൊക്കെ പറഞ്ഞു നമുക്ക് തോന്നിയതാണ്. അത് ശരി. നല്ല രസം എന്തെന്നാ കിളിയൻകുട്ടാ, നിനക്ക് ഇനി എന്താ വേണ്ടേ? ഗ്രേഡ്. അത് ചോദിക്കും, മറന്നുപോയല്ലേ? ഇപ്പൊ നമ്മൾ തരാൻ പോകുന്നില്ല. ഏത് തരണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുന്നു. ഏത് മാമന്റെ ചോദിക്കുന്ന ഏത് ഗേതാ തരുന്നെന്ന് ചോദിക്കും. അവനെന്നെ ചിരി വരുന്നുണ്ട്. നിനക്ക് ഏത് ഗേത് കിട്ടുമെന്ന് തോന്നുന്നു. അത് മതിയോ? മതിയോ? അല്ലെങ്കിൽ ഏത് കൊടുക്കണം? ഇത് കറക്റ്റ് പറയണ്ട, ഒന്നും എന്താ നിങ്ങൾ തീരുമാനിച്ചാ മതി. അപ്പൊ നമ്മൾ തീരുമാനിച്ചു ഇന്നത്തെ ഇത് കുത്തുന്ന ഗേറ് ഇത് കുത്തുന്ന ഗേറ് പോന്നപ്പാ അതേ പോകുന്നത്. Congratulations, you are awarded a ultimate. Thank you.
BBD സോ പ്രസൻസ് കല്യാൺ സിൽക്സ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഓഡിയൻസ് ചോയ്സിലെ സമയമാണ്. ഓഡിയൻസ് ഇന്നാരാ വരാൻ പോണേ? ഹലോ, പേര് പാർവതി. പാർവതി ചേച്ചിയുടെ വീട് എവിടെയാ? ചമ്പക്കര. ചെമ്പക്കര. ടോപ്പ് സിംഗർ കാണാറുണ്ടോ? എല്ലാ ദിവസവും കാണാറുണ്ട്. എല്ലാ ദിവസവും കാണാറുണ്ട്. എന്താണ് ഇത്ര ഇഷ്ടം ടോപ്പ് സിംഗറില്? കൂടുതലും കുട്ടികളായോണ്ടാണ് ഇഷ്ടം. എല്ലാരും കാണാറുണ്ട് വീട്ടിലെ എല്ലാവർക്കും. എല്ലാ പിള്ളേരും ഇഷ്ടമാണ്. പിന്നെ ഹസ്ബൻഡിൽ നിന്ന് വരാൻ പറ്റിയില്ല. എല്ലാ പിള്ളേരോടും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. പേര് അമൽ. അപ്പൊ ഹലോ അമലേട്ടായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ കാണണം. ഏറ്റവും ഇഷ്ടം ആരാണ് ഇവിടെ? എല്ലാരും ഇഷ്ടമാണ്. കൂടുതലും ഇഷ്ടം സൂര്യമഹാദേവൻ. സൂര്യമഹാദേവനെയാണ്. അപ്പൊ സൂര്യനെ കാണണ്ടേ? കാണാം. വിളിക്കട്ടെ. വെൽക്കം സൂര്യമഹാദേവൻ ഓൺ സ്റ്റേജ്. ചേച്ചിയുടെ പേരെന്താ? പാർവതി. സൂര്യ. പാട്ട് പാടാൻ എന്തോ പാർവതി ചേച്ചിക്ക് ഏത് പാട്ടാ പാടിക്കൊടുക്കുന്നേ? ഞാൻ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു എന്ന പാട്ടാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ചേച്ചി, താങ്ക് യു. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. നാളികേ
അങ്കിളെ ക്യൂട്ടി ദ വീഡിയോസ് ഓഫ് പ്രസൻസ് കല്യാൺ സിൽക്സ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ഇന്ന് ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുന്നത് എന്റെ പാട്ട് പാടിയതുകൊണ്ടല്ല, അവൻ അസലായിട്ട് അതിന്റെ ഫീൽ കൊണ്ടുവന്നു. പക്ഷെ കുറച്ചുകൂടി പോയി എന്നാലും കുഴപ്പമില്ല. ശ്രീഭുവൻ. വെൽക്കം ശ്രീഭുവൻ ഓൺ സ്റ്റേജ്. ക്യൂട്ടി ദ വീഡിയോ സോങ് നൽകുന്ന ഒരു സമ്മാനം മൊമെന്റ് ഓഫ് ദ ഡേ MJ അങ്കിൾ വെച്ചു കൊടുക്കുന്നു. Yeah.